കഴിഞ്ഞ ജൂൺ 29 മ്യാൻമറിലെ രാഖൈൻ സ്റ്റേറ്റിൽ നിന്ന് 2 ബോട്ടുകളിലായി പുറപ്പെട്ട 530-ലധികം റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഒരടയാളം പോലും അവശേഷിപ്പിക്കാതെ കടലിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞുപോയിരിക്കുന്നു. സ്വന്തമായി രാജ്യമില്ലാത്ത, പൗരത്വമില്ലാത്ത ആ ജനതയെക്കുറിച്ച് അന്വേഷിക്കാൻ, ഒന്ന് തിരയാൻ പോലും ആരുമില്ല. സ്വന്തം വേരുകളുള്ള രാജ്യത്തെ ഭരണകൂടം അന്യർ എന്ന് ചാപ്പ കുത്തി കൊല്ലാക്കൊല തുടർന്നപ്പോൾ അത് സഹിക്കാനാവാതെയാണ് മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും വാരിപ്പുണർന്ന് ബോട്ടിൽ കയറി അവർ അഭയസ്ഥാനം തേടിയിറങ്ങിയത്. ഒരുപക്ഷെ കടലിൻ്റെ ആഴങ്ങളിലെ മരണമാണ് ഈ ജീവിതത്തെക്കാൾ ഭേദമെന്ന് കരുതി തന്നെയായിരിക്കും ആ യാത്ര തുടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ തീരമണയാതെ ജലസമാധി പുൽകിയ ആയിരക്കണക്കിന് ജീവനുകൾ. ഇതിൽ കൂടുതലൊന്നും യോജിപ്പിക്കാനില്ലാത്ത മരണമുനയിലെ ജീവിതമാണ് ഇവരുടേത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമെന്ന് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ച ആ ജനത റോഹിംഗ്യകൾ. മ്യാൻമറിലെ രഖൈൻ സംസ്ഥാനത്ത് നൂറ്റാണ്ടുകളായി ജീവിച്ചു പോന്ന മുസ്ലിം ന്യൂനപക്ഷമാണ് റോഹിംഗ്യകൾ. 1948 ബർമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു പിന്നാലെ വടക്കേ അരക്കാനിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ സർക്കാരിനെതിരെ ആയുധമെടുത്ത് രംഗത്ത് വന്നത് സൃഷ്ടിച്ച വംശീയ വിദ്വേഷത്തിൻ്റെ നീക്കിയിരുപ്പുകളാണ് ഇന്നും തുടരുന്നത്. 1961 അവർ സർക്കാരിന് മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങിയെങ്കിലും സൈനിക അട്ടിമറിക്ക് ശേഷം 1962 കാര്യങ്ങൾ മാറിമറിഞ്ഞു. റോഹിംഗ്യകളെ മ്യാൻമാറിലെ തദ്ദേശീയ ജനവിഭാഗമായി അംഗീകരിക്കാൻ സൈനിക ഭരണകൂടം തയ്യാറായില്ല. അവർ വേട്ടയാടപ്പെട്ടു. അനധികൃത കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തി 1978 മ്യാൻമാർ സൈന്യം അവരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കി. പേടിച്ചരണ്ട 2 ലക്ഷത്തോളം റോഹിംഗ്യകൾ ജീവനും കൊണ്ട് തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു. 1982 പുതിയ പൗരത്വ നിയമം വന്നതോടെ അവർ പൗരത്വമില്ലാത്തവരായി. രണ്ടായിരത്തി 2017 വർഷത്തിൽ ജനകീയ വിമത സൈന്യമായ അരാക്കൻ ആർമിയും മ്യാൻമർ മിലിറ്ററി ഭരണകൂടവും തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽപ്പെട്ട റോഹിംഗ്യകൾ അതിക്രൂരമായ വംശീയ ഉന്മൂലനത്തിനിരയാക്കപ്പെട്ടു. മ്യാൻമർ സൈന്യം നടത്തിയ അതിക്രമങ്ങളിലൂടെ 90% റോഹിംഗ്യകളും രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ടു. ഗ്രാമങ്ങൾ കത്തിച്ചാമ്പലായി. കൂട്ടക്കൊലകൾ അരങ്ങേറി. ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന് ഭയന്ന 7 ലക്ഷത്തിലധികം റോഹിംഗ്യകൾ നാഫ് നദിക്കരയിലെ അതികഠിനമായ കാറ്റും അലകളും നീന്തിക്കടന്നും ചെറുചങ്ങാടങ്ങളിലുമായി അയൽരാജ്യമായ ബംഗ്ലാദേശിലെത്തി. വഴിമധ്യേ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു. ബംഗ്ലാദേശിലെ കോക്സ് ബസാർ അഭയാർത്ഥി ക്യാമ്പുകൾ അവർക്കു വേണ്ടി തുറക്കപ്പെട്ടു. അവിടെയും അവരെ കാത്തിരുന്നത് ദുരിതങ്ങൾ മാത്രമായിരുന്നു. ജോലി ചെയ്യാനുള്ള അവകാശവും യാത്രാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടു. അന്താരാഷ്ട്ര സഹായങ്ങൾ കുറഞ്ഞതോടെ ഭക്ഷണവും മരുന്നും പോലും കൃത്യമായി ലഭിക്കാതായി. ഇതിനെല്ലാം പുറമെ ക്യാമ്പുകൾ നിയന്ത്രിക്കുന്ന ക്രിമിനൽ സംഘങ്ങളുടെ ഭീഷണിയും. തടവറയ്ക്ക് തുല്യമായ അഭയാർത്ഥി ജീവിതം. ടാർപോളിൻ ഷീറ്റുകളും മുളകളും കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക കൂരകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് റോഹിംഗ്യകൾ അനിശ്ചിതത്വത്തിൻ്റെ തടവുകാരാണ്. ഈ പാവം ജനതയുടെ നിസ്സഹായാവസ്ഥ കണ്ണിൽ ചോരയില്ലാത്ത അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് മാഫിയകൾ മുതലെടുക്കുന്നു. മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ സുരക്ഷിതമായി എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഓരോ വ്യക്തിയിൽ നിന്നും ഏതാണ്ട് 2.5 ലക്ഷം രൂപ വരെ ഇവർ ഈടാക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം 10,000-ലധികം റോഹിംഗ്യകളാണ് ഇത്തരത്തിൽ ബോട്ട് മാർഗം നാടുവിട്ടത്. അവർ കരപറ്റിയോ എന്നറിയില്ല. ഐക്യരാഷ്ട്രസഭ ഇവർക്കായി സുരക്ഷിതമായ യാത്രാമാർഗങ്ങൾ ഒരുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ലോകരാഷ്ട്രങ്ങൾ മൗനം തുടരുന്നു. ഇന്ത്യയിലെ പൗരത്വ നിയമങ്ങളും രേഖകളുടെ പേരിലുള്ള പൗരത്വ നിഷേധങ്ങളും ഇതോടൊപ്പം ചേർത്തു വായിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഈ നിസ്സഹായത നമ്മുടെ വാതിലിലും മുട്ടിയേക്കാം.
സ്വന്തം രാജ്യത്ത് പൗരത്വമില്ലാതെ അഭയം തന്ന രാജ്യങ്ങളിൽ അവകാശങ്ങളില്ലാതെ റോഹിംഗ്യക്കാർ കാലവർഷം ശക്തമായ അലറുന്ന കടലിലേക്ക് പഴയ മീൻപിടുത്ത ബോട്ടുകളുടെ അരികുപറ്റി ഇന്നും യാത്ര തുടരുകയാണ്. ലക്ഷ്യത്തിലെത്തുമോ എന്നറിയാത്ത യാത്ര.